ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പച്ച തേങ്ങ അരച്ച് വെക്കുന്ന നല്ലൊരു കായൽ മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കായൽ മീൻ, ഇതിൻ്റെ പേര് കാരി എന്നാണ് ഈ തന്ന ആൾക്കാർ പറഞ്ഞത്. അതിന് ശരിക്കുമുള്ള പേരെനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഈ മീൻ ഈ കായൽ മീനാകുമ്പോൾ ഒരു വഴുവഴുപ്പിച്ചിട്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നെങ്കിൽ നന്നായിട്ട് കല്ലിലിട്ട് തേച്ച് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. തൊലി പൊളിക്കുന്നതാണ് കുറേയും കൂടി എളുപ്പവും ഒരു ക്ലീൻ ആകുന്നതുവേ. അപ്പോൾ ഈ മീൻ വെട്ടി എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈഡിൽ നല്ല മൂർച്ചയുള്ള മുള്ള നമുക്ക് കാണുമ്പം തന്നെ അറിയാം. അതൊന്ന് വെട്ടി മാറ്റിയ ശേഷം ഇതുപോലെ പയ്യെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പം തന്നെ ഈ തൊലി ഇങ്ങനെ പോരും കേട്ടോ. ഇങ്ങനെ നമ്മൾ മുള്ള് വെട്ടിയെടുത്ത ആ ഭാഗത്ത് ഒരു കത്തി കൊണ്ട് ചെറിയൊരു വിടവ് പോലെ ഉണ്ടാക്കിയിട്ട് ആ തൊലിയിൽ പിടിച്ചിങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ മീനെല്ലാം നമുക്കൊന്ന് വെട്ടി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണേ. നമുക്ക് ഇവിടെ തേങ്ങ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. കടയിൽ നിന്ന് നമ്മൾ അടുത്തുള്ള വീടുകളിൽ നിന്ന് മേടിക്കുന്നത് ഈ പൊതിക്കാത്ത തേങ്ങയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് പൊതിച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ എല്ലാം പൊതിച്ച് റെഡിയാക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണേ. തേങ്ങ പൊതിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ താഴ്വശത്ത് ആ കട്ടിയുള്ള വശമില്ല, അതൊന്ന് പയ്യെ കത്തി കൊണ്ട് കൊത്തി കൊടുക്കുകയാണെങ്കിൽ മേളിൽ നിന്ന് പിന്നെ പെട്ടെന്ന് ഇതിങ്ങനെ ചകിരി ഇങ്ങനെ വിട്ടു പോകുന്നുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര പാടാണ് തേങ്ങ പൊതിച്ചെടുക്കാം, പിന്നെ നമ്മൾ തന്നെ ശീലിക്കും, അല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കാവേ. ഇത് ഒട്ടും വെള്ളമില്ലാത്ത ഉണങ്ങിയ തേങ്ങയായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തോടു കൂടി ഇങ്ങനെ ചിരട്ടേന്ന് തന്നെ ഇങ്ങനെ അടന്നിങ്ങി പോകുന്നത്. ഇനി നമുക്ക് മിക്സിയിൽ അരയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചാലൊന്നും വലിയ കുഴപ്പമില്ല. ഇതൊന്ന് പൂളി ഇട്ട് കൊടുത്താൽ മതി ചെറിയ കഷ്ണങ്ങളായിട്ട്. അപ്പം ഞാൻ തേങ്ങ ഇതുപോലെ പൂളി മിക്സിയുടെ ജാറിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാവേ. പിന്നെ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ച് റെഡിയാക്കി എടുക്കണേ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏത് മീൻകറി എങ്ങനെ വെച്ചാലും ഒന്നെങ്കിൽ ഉലുവ കടുക് പൊട്ടിക്കാൻ നേരം ചേർക്കണം, അല്ലെങ്കിൽ ഉലുവ വറുത്ത് പൊടിയായിട്ടുണ്ടെങ്കിൽ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറമേ തൂക്കി കൊടുത്താലും മതിയേ. ഉലുവ എല്ലാം പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു 3-4-5 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ തേങ്ങ അരച്ച കറിക്ക് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അരപ്പ് ഈ ഉള്ളിയിലേക്കും കൂടി ഇങ്ങനെ പിടിക്കുവേ. സവോള ഇട്ട് അത്ര രുചിയില്ല, അതുകൊണ്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കണം. ചെറിയ ഉള്ളി എടുത്തിട്ട് ചുമ്മാ രണ്ടായിട്ട് ഇങ്ങനെ കുനൂനാന്നൊന്നും അരിയണ്ട കേട്ടോ, 2-3 ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കണം. നമുക്കിനി ഈ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഏത് കറി വെച്ചാലും ഗ്യാസിലൊരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് പണി തീരുമെന്നേ ഉള്ളൂ, പക്ഷേ അത്ര അങ്ങോട്ട് സെറ്റായി കിട്ടത്തില്ല, പ്രത്യേകിച്ച് ഈ തേങ്ങ അരച്ച കറികളൊക്കെ. പിന്നെ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഈ എണ്ണയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ശേഷം പയ്യെ ഒന്ന് വഴറ്റി കൊടുക്കണം. അന്നേരത്തേന് ഈ അരപ്പിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണയൊന്ന് തെളിഞ്ഞു വരുമല്ലോ, ആ ഒരു പാകം ആകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കിലോ മീൻ വേകാൻ 2 ഗ്ലാസ്സൊക്കെ വെള്ളം നമുക്ക് വേണമായിരിക്കും. നമുക്ക് ചട്ടിയുടെ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ ഒക്കെ ഒരു വ്യാപ്തി അനുസരിച്ച് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള പുളിയുടെ 100 അനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പലയിടത്തും പല ഇതിലുള്ള ക്വാളിറ്റിയിലുള്ള പുളിയായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇവിടെ നല്ല 100 പുളിയാണ്, 2-3 കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടി അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിം, അതുമാത്രം മറക്കരുത് കേട്ടോ. എന്നിട്ട് ഈ മീഡിയം ഫ്ലെയിമിൽ ഈ ചട്ടി ഒന്ന് പയ്യെ തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കി കൊടുക്കണം. മീൻ പൊടിഞ്ഞു പോകത്തില്ല, കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് കഴിയുമ്പം നമ്മുടെ കിടിലൻ മീൻകറി നമുക്ക് റെഡിയാകും കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി നമുക്ക് നല്ല തിളച്ച് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉള്ളിയും കൂടെ മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ.